ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരും പരിപാടി? സുഖമായിരിക്കുന്നു. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടില്ലായിരുന്നോ? അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ഞാറ്റുപണിയായിരുന്നു എന്ന്. അന്ന് രാവിലെ എനിക്ക് നാട്ടുപണീൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ 3 പേര് ഞാറ് നടുന്നുണ്ട്, ഒരാൾ ഞാറ് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പേരാണ്. പിന്നെ ഏട്ടനുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചോറിനാൻ വേണ്ടി ഇതാ തോട്ടിലേക്ക് കൈ കഴുകാനൊക്കെ പോവുകയാണേ. അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. മക്കൾക്ക് വയലിൽ പോകുന്നതിന് മുന്നേ ഭക്ഷണം കൊടുത്തുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ അവർക്ക് 2 പേർക്കും വാരി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ വയലിലാണ്. വൈകുന്നേരം നൂൽപുട്ടും ചിക്കനും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തക്കുട് ജമ്മത്ത് സമ്മതിക്കില്ല, അവൾ ഉണ്ടാക്കിക്കോളാന്നാണ് കേട്ടോ പറയുന്നത്. ഒരു പ്രാവശ്യം തെറ്റിപ്പിരിഞ്ഞ് പോയതാണ്, പിന്നെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നൂൽപുട്ടും ചിക്കനൊക്കെ ആയി ഞങ്ങളിതാ കഴിക്കുകയാണ്. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. ഇന്ന് കോളിഫ്ലവർ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കോളിഫ്ലവർ ഇതാ ചെറുതായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിറക്കെ വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് അരമണിക്കൂർ വെച്ച് പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനി തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഒരു സവാള അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തു. സവാളയുടെ നിറം മാറുന്നതിന് മുന്നേ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ ഇത്തിരി പ്രശ്നമുണ്ട് കേട്ടോ. അത് സിമ്മാക്കാൻ പറ്റില്ല, കെട്ടുപോകും. അതുകൊണ്ട് ഇത്തിരി കരിഞ്ഞു പോയി, സോറി. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാങ്ങുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗരം മസാല ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് കഴിഞ്ഞ് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ മക്കളിതാ സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയാണ്. നൈനൂൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. തക്കുടൂന് ഇനി മുടി കെട്ടാനേ ഉള്ളൂ. അപ്പോൾ മുടി കെട്ടാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരാൾ എഴുത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇത് 600 രണ്ടെണ്ണം 1200. ഇത് സാധനം കാലിയ ബുദ്ധിമുട്ട്. എനിക്ക് അവിടെ ചെറിയ ചെറിയ കുട്ടുണ്ടാവും. ഏട്ടനാണ് ഈ മക്കളെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഷീറ്റ് തരാൻ ഒരാൾ വന്നത് കേട്ടോ. അയാളോട് എത്ര പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. പിന്നെ ഏട്ടൻ വന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ വാങ്ങിയേ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.